കുട്ടിക്കാലത്തൊക്കെ ആംബുലൻസ് കാണുമ്പോൾ ഭയങ്കര കൗതുകമായിരുന്നു. ഇതിൻ്റെ ശബ്ദവും ലൈറ്റും ഒക്കെ. പക്ഷേ അറിയില്ല എന്തിനാ ഇത്ര സ്പീഡിൽ പോകുന്നത് എന്നൊന്നും അറിയില്ല. അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ആംബുലൻസിനെ പറ്റിയിട്ടൊക്കെ വ്യക്തമായിട്ട് അറിയാൻ തുടങ്ങിയത്. ഇത് ഒരു ജീവന് വേണ്ടിയാണ് അത് പായുന്നത് എന്നൊക്കെ പിന്നെ തിരിച്ചറിവായപ്പോൾ ശരിക്കും ഇതിനൊരു പേടിയായിരുന്നു. ഇപ്പോഴൊക്കെ ആംബുലൻസ് പോകുമ്പോൾ നെഞ്ചിൽ കൈവച്ച് ഒന്ന് പ്രാർത്ഥിക്കും, ഒന്ന് ദീർഘനിശ്വാസം ഇടും. എന്ന് വെച്ചാൽ പേടിയാണ്. ആരായിരിക്കും അതിൻ്റെ ഉള്ളിൽ ജീവന് വേണ്ടി മല്ലിടുന്ന ഏതെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അച്ഛനാവാം, അല്ലെങ്കിൽ ഒരു അമ്മയാവാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളാവാം, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡാവാം, വൈഫാവാം, അപ്പൂപ്പനാവാം, അമ്മൂമ്മയാവാം, അങ്ങനെയൊക്കെ ചിന്തിക്കും. ഇപ്പം ബാക്കിലിരുന്ന് വിഷമിക്കുന്ന ആളുകളുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ജീവൻ പണയം വെച്ച് തന്നെ ഓടുന്ന ഒരു ഡ്രൈവറും, ശരിക്കും പറഞ്ഞാൽ ആ വണ്ടിയും അതിലെ ഓരോന്ന് ചിന്തിക്കുമ്പോഴും നമുക്ക് ഭയങ്കര പെയിനാണ് ഉള്ളിൽ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വിഷമകരമായൊരു സന്ദർഭം ഞാൻ പറയാം. അതായത് ഒരു ആംബുലൻസ് വളരെ ചീറിപ്പാഞ്ഞു വരികയാണ്. ഭയങ്കര ലൈറ്റും ഭയങ്കര സൗണ്ടോട് കൂടിയൊക്കെ തന്നെ വരുന്നത്. പക്ഷേ റോഡിൽ ഒരു വണ്ടികൾ പോലും അതിന് സ്പേസ് കൊടുക്കുന്നില്ല എന്നുള്ളത് കണ്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി. എന്താണ് മനുഷ്യൻ അവരുടെ വിവേകമൊക്കെ നശിപ്പിച്ച് കളഞ്ഞോ എന്ന് ചിന്തിക്കും. ഏറ്റവും കൂടുതൽ വിവേകബുദ്ധിയുള്ളത് മനുഷ്യനാണല്ലോ. എന്നിട്ട് മനുഷ്യൻ ഇങ്ങനെ എന്താ പെരുമാറുന്നതെന്ന് ആലോചിക്കും. വലിയ വലിയ വണ്ടികളും ഇന്നോവ, അതുപോലെ തന്നെ അങ്ങനെയുള്ള വലിയ വണ്ടികളൊക്കെ അവർക്ക് സ്പേസ് എങ്ങനെയെങ്കിലുമൊക്കെ സൈഡിലേക്ക് മാറി. നമ്മളിപ്പോൾ ഈ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കൊന്ന് മെല്ലെ സൈഡിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. ഈ വണ്ടി പോയതിന് ശേഷം നമുക്ക് പോവാമല്ലോ. നമ്മൾ ഈ ഇടയിൽ കിടന്ന് അതിന് സ്പേസ് കൊടുക്കാതെ അത് സ്പീഡിൽ പോകുന്ന സമയത്ത് വണ്ടി ഒന്ന് തട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഉള്ളിലിരിക്കുന്ന വ്യക്തികളുടെ അവസ്ഥ, അവർ ചിലപ്പം ഒരു നിമിഷം കുറച്ച് സമയം ഉണ്ടാവുള്ളായിരിക്കും. അതായത് ഒരു കാഷ്വാലിറ്റിയിൽ എത്തുകയാണെങ്കിൽ അവർ ആ കുറച്ച് സമയം കൊണ്ട് എത്തുകയാണെങ്കിൽ അവർക്ക് ആ ജീവൻ തിരിച്ച് കിട്ടിയേക്കാം. അതിൻ്റെ ഇടയിലാണ് നമ്മളിതുപോലെയുള്ള ഓരോ പണികൾ ഒപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലല്ലാതെ മനുഷ്യൻ എപ്പോഴാണ് വിവേകബുദ്ധിയോടുകൂടി പെരുമാറുന്നത് എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ കമൻറ്റുകളൊക്കെ ഇടുന്ന കാണാം. അങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തുകൂടെ എന്ന്. ഇതെല്ലാം മനുഷ്യർ തന്നെയാണല്ലോ കാണിക്കുന്നത്. ഒരു ആംബുലൻസ് ഡ്രൈവറിന് വളരെ തുച്ഛമായ സാലറി ഉണ്ടായിരിക്കുകയുള്ളൂ. അയാൾ ആ സാലറിക്ക് വേണ്ടിയല്ല അയാളുടെ ജോലി ചെയ്യുന്നത്. അയാൾ കാണുന്നത് ഓരോ ദിവസവും ഓരോ ജീവന് വേണ്ടി പിടയുന്ന മനുഷ്യരെയാണ്. അപ്പോൾ അതാണ് അയാളുടെ മനസ്സിലുള്ളത്. അല്ലാതെ അയാൾ ഒരിക്കലും ഒരു ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല അയാളുടെ ജീവൻ പണയം വെക്കുന്നത്. ഈ ആംബുലൻസ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പേർട്ടായിരിക്കും ഡ്രൈവിങ്ങിൽ. അയാൾക്ക് വേറെ ഏതെങ്കിലും ജോലി ചെയ്തുകൂടെ? ഒരിക്കൽ അയാളൊരു ആംബുലൻസ് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരൊരിക്കലും വേറൊരു ജോലി അന്വേഷിക്കില്ല. എന്ന് വെച്ചാൽ ഇതാണ് അയാൾക്ക് ജീവൻ രക്ഷിക്കാൻ, എത്രയോ ജീവൻ രക്ഷിക്കാൻ കഴിയുമല്ലോ, എത്രയോ പുണ്യപ്രവൃത്തികൾ ചെയ്യാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അയാളുടെ ജോലിയിൽ മുന്നോട്ട് പോകുന്നത്. ഞാൻ എപ്പോഴും ഞാൻ ടു വീലറിലോ എങ്ങനെ പോവുകയാണെങ്കിലും എൻ്റെ വണ്ടി ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വണ്ടി ഞാൻ സൈഡിലേക്ക് ഒതുക്കിയിട്ട് ആംബുലൻസ് പോയതിന് ശേഷം മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. അതായത് ഒരു പട്ടി സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നു. അതായത് അത് ഭയങ്കര ക്രൗഡായിട്ടുള്ള റോഡാണ്. അപ്പോൾ ആ ഏരിയയിൽ സീബ്ര ലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സീബ്ര ലൈനിലൂടെ അപ്പുറത്തേക്ക് കടക്കുന്നത്. ശരിക്കും നമ്മുടെ പട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും വിവേകബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരു ജീവിയാണല്ലോ പട്ടി. അതിന് പോലും മനസ്സിലായി അതായത് നമ്മൾ മനുഷ്യർ പാലിക്കുന്ന നിയമങ്ങൾ ഞാനും കൂടി പാലിക്കേണ്ടതാണ് റോഡിൽ എന്ന് അതിനുകൂടി മനസ്സിലായി. ഞാൻ ശരിക്കും ആ വീഡിയോ എടുത്ത് ശരിക്കും അത് നിങ്ങളെ കാണിക്കേണ്ടതായിരുന്നു. അതായത് എൻ്റെ ഈ ചാനലിൽ ഞാൻ ഇടേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് ആ മൊമെൻറ്റിൽ എനിക്ക് വീഡിയോ എടുക്കാനോ